ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ഒന്ന് കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വഴറ്റുന്ന സമയത്ത് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്താൽ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാവുന്ന നല്ലൊരു ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. തലേ ദിവസമേ ഇച്ചിരി ബിരിയാണി റൈസൊക്കെ ഒന്ന് വേവിച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ഈ പച്ചക്കറികളൊന്ന് വഴറ്റി പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ആണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കുക. ഇതല്ലാതെ നമുക്കിതിലേക്ക് പട്ടാണിയോ പച്ചപ്പട്ടാണിയോ അല്ലെങ്കിൽ കുതിർത്ത് വെച്ച ഉണക്ക പട്ടാണിയോ പിന്നെ നമ്മുടെ കോളിഫ്ലവറോ അങ്ങനെ ഏത് പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച്. ഈ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കും. ഏകദേശം പച്ചക്കറികളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളിയും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്കൊരു മസാല ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ആ മസാലപ്പൊടികൾ ചേർത്ത് ഈ പച്ചക്കറികൾ വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ചൊരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ വെന്ത് കിട്ടും. ഞാൻ അരി സെപ്പറേറ്റാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് വേകുന്ന കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കറിലിട്ടത് ഒന്നിച്ചടിച്ചാൽ ചിലപ്പം വെന്ത് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിരിക്കുകയാണ് അരി. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം കൂടി ഒന്ന് മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഇതൊന്ന് 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റൈസുമായി മിക്സ് ചെയ്യുക. ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് ചേർത്ത് നെയ്യിൽ വറുത്തിടുക. അങ്ങനെ നമ്മുടെ രുചികരമായ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നേരമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.